DGPയെ ലോക് ഭവനിലേക്ക് വിളിപ്പിച്ചതാണ് പുതിയ രാഷ്ട്രീയ ചർച്ചാ വിഷയം. സംസ്ഥാനത്തെ ലോക് ഭവൻ സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നുവെന്ന് CPIM ആരോപിക്കുന്നു. CPIM കാലത്തും ഗവർണർ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച സംഭവം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത്. പ്രതിഷേധം ലോക് ഭവനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. ലോക് ഭവനിലേക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് DGPയെ ലോക് ഭവനിലേക്ക് വിളിപ്പിച്ചത്. VCയെ അല്ലെങ്കിൽ വൈസ് ചാൻസലറെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കേസെടുക്കണം എന്ന നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന DGPയെ ലോക് ഭവനിലേക്ക് വിളിപ്പിച്ചത്. ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. മുഖ്യമന്ത്രിയോട് പോലും ചോദിക്കാതെ, മുഖ്യമന്ത്രിയുടെ അനുമതി പോലുമില്ലാതെ, അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാതെ ഗവർണർ നേരിട്ട് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആരോപണം. സംസ്ഥാനത്ത് സമാന്തരമായി 2 സർക്കാരുകൾ പ്രവർത്തിക്കുന്നു എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ഇങ്ങനെ ലോക് ഭവൻ ഇടപെടുന്നത് തടയിടുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ഒപ്പം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും ആരോപണം. ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയെങ്കിലും മുഖ്യമന്ത്രിയും ഇതൊക്കെ ശരിവെക്കുന്നുണ്ട്. അദ്ദേഹം അറിയാതെ തന്നെയാണ് DGPയെ വിളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് രാജ്ഭവനിലേക്ക് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നതിനെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം പ്രതിഷേധം അന്നത്തെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ആർട്ടിക്കിൾ 163 അനുസരിച്ച് ഗവർണർക്ക് ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കാം. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകണം. ഈ സംഭവ വികാസങ്ങൾ സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്തതിന് ശേഷം മറ്റെന്തെങ്കിലും കൂടുതലായി പറയണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് സാധാരണഗതിയിലേക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്ന പ്രധാന ആരോപണം, അല്ലെങ്കിൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഇത് മുഖ്യമന്ത്രിയും ശരിവെക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2017 ഇതുപോലെ തന്നെ ഗവർണർ വിളിപ്പിച്ചിട്ടുണ്ട്. 2024 വിളിപ്പിച്ചിട്ടുണ്ട്. അന്നൊക്കെ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായ VD സതീശനും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ലോക് ഭവൻ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആരോപണം. അതിനെ രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കവും. മുഖ്യമന്ത്രി അത് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായ ചില നീക്കങ്ങൾ ലോക് ഭവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നും, ഇനി ലോക് ഭവനെ എന്താണ് ഇങ്ങനെ ചൊടിപ്പിക്കാൻ കാരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ ലോക് ഭവൻ ഇങ്ങനെ ഇടപെടാനുള്ള കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ചുമൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി കൃത്യമായി നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളായി ഉയർന്നു വരുന്നത്. പക്ഷേ അതിൽ എത്ര കണ്ട് യാഥാർത്ഥ്യമുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയുകയില്ല. എന്നാൽ തന്നെയും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 പ്രാവശ്യം ഉദ്യോഗസ്ഥരെ ലോക് ഭവനിലേക്ക് വിളിപ്പിച്ചു. ആദ്യം യോഗ ദിനാചരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചത്. അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ പ്രാവശ്യം എങ്ങനെയാണോ ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇടപെട്ട് വന്നിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നു, CPIMൻ്റെ നേതാക്കന്മാരും പറയുന്നു. എന്തായാലും ഇപ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ഭരണപരമായ അല്ലെങ്കിൽ ഭരണത്തിൽ ഇപ്പോഴും ഗവർണർ ഇടപെടുന്നതിൻ്റെ പിന്നിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലുണ്ടായ വീഴ്ചകളാണ് എന്നാണ് പ്രതിപക്ഷം സമർത്ഥിക്കാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. നിലവിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് വൈസ് ചാൻസലറെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അവസാനമായി DGPയെ ഗവർണർ വിളിപ്പിച്ചത്. അതും SFI വിദ്യാർത്ഥികളെ.
SFI വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറെ തടഞ്ഞു വെച്ചു എന്നുള്ളതായിരുന്നു പ്രശ്നം. ആ പ്രശ്നത്തിൽ കേസെടുക്കണം എന്ന നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഗവർണർ DGPയെ വിളിപ്പിച്ചത്. എന്തായാലും SFI പ്രവർത്തകരായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രതിപക്ഷം വളരെ ശക്തിയോടുകൂടി ഈ വിഷയത്തെ എതിർക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്കെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നീങ്ങുമോ അതോ വേറെ വേറെ പ്രതികരിച്ച് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.